ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 5-8 മാസത്തിന് കഴിഞ്ഞാണ് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അത് മലയാള മനോരമ പത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഈ റോഡിന് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡാണ്. രണ്ടും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്ന വാർത്ത കണ്ടതാണ് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചത്. അവിടെ മുൻ ഭരണസമിതി അംഗമായിരുന്ന ശ്രീ ബിജു ഹാനോക്ക്, അദ്ദേഹം 2ാം വാർഡിലെ ജനപ്രതിയാണ്. അദ്ദേഹമാണ് ഈ ഒരു നിർദ്ദേശം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിൽ വെക്കുകയും ആ ഭരണസമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നീക്കം നടന്നത്. എന്നാൽ ഇവിടെ PMGSY പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിച്ച അവസരത്തിൽ ഈ റോഡ് കല്ലൂപ്പാറ, കവിയൂർ, കുന്തന്താനം എന്ന 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇത് കല്ലൂപ്പാറ പഞ്ചായത്തിലെ ഐക്കരപ്പടിയിൽ നിന്ന് ആരംഭിച്ച് ശാസ്താങ്കൽ, കവിയൂർ പഞ്ചായത്തിലെ മുണ്ടിപ്പള്ളി, അതുപോലെ മുണ്ടിപ്പള്ളി ബാങ്ക് പടി, അതോടെ താഴേട്ട് വന്ന് അത് കുന്തന്താനം പഞ്ചായത്തിൻ്റെ ഉത്താനത്തുപടിയിൽ അവസാനിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ റോഡ് ആദ്യം വിഭാവന ചെയ്തത്. എന്നാൽ അവരുടെ അന്വേഷണത്തിൽ ഈ റോഡിൻ്റെ തുടക്കവും ഒക്കെ വീതി കുറവായതുകൊണ്ട് ഈ പദ്ധതി നടക്കില്ല എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമാണ് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ച ഒരവസ്ഥയിലാണ് ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടുകയും അന്നത്തെ BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ശ്രീ അശോകൻ കുളനട അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് PMGSY എഞ്ചിനീയറെ അദ്ദേഹം വിളിക്കുകയും വീണ്ടും ഇവരുടെ ടീം ഇവിടെ വരികയും ഈ റോഡ് വീണ്ടും കാണുകയും അതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ വ്യത്യാസപ്പെടുത്തി. അതായത് മുണ്ടപ്പള്ളി ബാങ്ക് പടിക്കൽ നിന്ന് താഴോട്ടുള്ള സ്ഥലം അത് അവിടുത്തെ CSI പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഹോസ്റ്റലുണ്ട്. ആ അതിൻ്റെ മുന്നിൽ കൂടെയാണ് റോഡ് കടന്നു പോകാനായിട്ട് ആദ്യത്തെ റോഡിൻ്റെ ഇതെടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ മണ്ണിട്ട് ഉയർത്തിയാൽ നമ്മുടെ ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ വരെ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും. അത് പ്രായോഗികമല്ല എന്ന് കാണുകയും ബന്ധപ്പെട്ട CSI ദേവാലയത്തിലെ അച്ഛനടക്കമുള്ള ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളെ ഞങ്ങളത് വിളിച്ചു ചേർത്തു. അതിൽ നിന്ന് ആ പോർഷൻ ഒഴിവാക്കിക്കൊണ്ട് മുണ്ടിപ്പള്ളി ബാങ്ക് പടിക്കൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് നെല്ലിമലയിൽ നിന്ന് ഉത്താനത്തുപടിയിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഇത് മാറ്റി ഒരു അലൈൻമെൻറ്റ് മാറ്റിക്കൊടുത്ത് അങ്ങനെയാണ് ഈ പദ്ധതി വീണ്ടും ഒരു പ്രാരംഭം കുറിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കല്ലൂപ്പാറ പഞ്ചായത്തിലെ ഐക്കരപ്പടിയിൽ നിന്ന് ശാസ്താങ്കൽ വരെയുള്ള സ്ഥലം റോഡിന് വീതി കുറവായതുകൊണ്ട് അത് അവിടെ നിന്ന് ഒഴിവാക്കി. അങ്ങനെ നിലവിൽ ശാസ്താങ്കൽ തുടങ്ങി കവിയൂർ പഞ്ചായത്തിലെ മുണ്ടിപ്പള്ളിയിൽ വന്ന്, കവിയൂർ പഞ്ചായത്തിൽ തന്നെ നെല്ലിമലയിൽ വന്ന്, കുന്തന്താനം പഞ്ചായത്തിൻ്റെ ഉത്താനത്തുപടിയിലേക്കുള്ള തരത്തിലേക്കാണ് റോഡ് പിന്നെ വിഭാവന ചെയ്യുകയും ഒരു 3-4 പ്രാവശ്യമെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ്. അപ്പം ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ തന്നെ അത് വരികയും അതിനകത്ത് ഈ ഗ്രാമത്തിന് വേണ്ടിയുള്ള വികസന കാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ചിട്ടുള്ളത് ഈ PMGSY പദ്ധതിയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഒത്തിരി അതിനാൻ ബുദ്ധിമുട്ട്. കാരണം പല പ്രാവശ്യം ഇതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് ബന്ധപ്പെട്ടവർ കൊടുക്കേണ്ട വന്നു. ഇവരൊക്കെ ബുദ്ധിമുട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള BJPയുടെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വിനോദ്, BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ BA സൂരജ് അവരുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി ഈ പദ്ധതി കൂടുതൽ കേന്ദ്രത്തിൽ നിന്നും അനുമതി വാങ്ങിച്ചു തരാൻ ഇതിനെ സഹകരിച്ചത് ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ ചേട്ടൻ അവരുകളാണ്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം, അതോടൊപ്പം തന്നെ 1-2 വാർഡിലെ മെമ്പർമാർ, ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ മെമ്പർമാരുടെ ഒരു പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തൂടാണ് കടന്നു പോകുന്നത്. കവിയൂർ പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ്. ആ ബന്ധപ്പെട്ട മെമ്പർമാരുടെ ഒരു സഹകരണം ഈ കാര്യത്തിലുണ്ടായി. അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഞാനതിനകത്ത് മുന്നിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ എന്നോടൊപ്പം മറ്റെല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണാനുമതി ഈ റോഡിന് ലഭിച്ചിട്ടുണ്ട്. 4 കോടി 7 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനോട് ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയോട് അടക്കമുള്ള ഇതിന് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ള നേതൃത്വത്തോടുള്ള നന്ദി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നൽകുന്നു.
അത് ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമല്ല, 3 പഞ്ചായത്ത്, കല്ലൂപ്പാറയും കുന്നന്താനവും കവിയൂരും കൂടിയുള്ള 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾക്കിത് കിട്ടുമ്പോൾ തീർച്ചയായും നാടിൻ്റെ വികസനം ഒരു വലിയ മുന്നേറ്റം കുറിക്കാനായിട്ട് ഈ റോഡ് കൊണ്ട് സാധിക്കും. ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. തീർച്ചയായിട്ടും അത് വലിയൊരു പദ്ധതിയായി തന്നെയാണ് ഞങ്ങളിതിനെ കരുതുന്നത്. പെട്ടെന്ന് അതിൻ്റെ ബാഹ്യ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അതിന് TS ലഭിച്ചാൽ മാത്രം മതി, അതിന് വലിയ താമസമൊന്നുമില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇപ്പോൾ TS ലഭിച്ചാൽ ഉടനെ ടെൻഡർ നടപടിയിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നം, ഒരു വികസന സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുവാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഈ പദ്ധതി ഞങ്ങൾക്ക് ഗ്രാമത്തിന് അനുവദിച്ചു തന്നതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ്.